ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ചാമ്പ്യൻസ് ട്രോഫിയിലെ രണ്ടാമത്തെ മത്സരം. ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു തുടക്കം തന്നെ. പക്ഷേ തുടക്കം തന്നെ അവരുടെ പണികൾ പാളുന്ന കാഴ്ചയാണ് ഈ ഒരു മത്സരത്തിനകത്ത്. ഇന്ത്യൻ ബോളിംഗ് നിരയ്ക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ബംഗ്ലാദേശ് ബാറ്റിംഗ് നിര. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി 5 വിക്കറ്റ്, ഹർഷദ് റാണ 3 വിക്കറ്റ്, അക്ഷർ പട്ടേൽ 2 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. അവരുടെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് 228 എന്ന ഒരു ബംഗ്ലാദേശിൻ്റെ ടോട്ടലിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് തൗഹീദാണ്. തൗഹീദ് സെഞ്ചുറി 100 റൺസ്, അതുപോലെ തന്നെ ജാക്കർ അലി 68 റൺസ് എന്നിവരുടെ ബലത്തിലാണ് ബംഗ്ലാദേശ് 228 എന്ന ഒരു നിലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോറിലേക്ക് എടുക്കാൻ ബംഗ്ലാദേശിനായത്. ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് രോഹിത് ശർമ്മയും ഗില്ലുമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ സ്കോറുകൾ ഉയർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. രോഹിത് ശർമ്മ 41 റൺസാണ് സ്വന്തമാക്കിയത്. ഗില്ലിൻ്റെ ഒരാളുടെ മികവിലാണ് ഇന്ത്യക്ക് കളി ജയിക്കാനായെന്ന് പറയാം. ഗില്ല് 101 റൺസാണ് 129 ബോളിൽ. അതിനകത്ത് 2 സിക്സും 9 ഫോറും അടക്കമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് പിറന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗില്ല് കളിക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. കോഹ്ലിയായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. കോഹ്ലി 22 റൺസ് സ്വന്തമാക്കി, അയ്യർ 15 റൺസ്. പിന്നീട് അവസാനം ഇറങ്ങിയ കെ എൽ രാഹുൽ 41 റൺസ് സ്വന്തമാക്കി. അങ്ങനെ ഇന്ത്യ 6 വിക്കറ്റിൻ്റെ വിജയമാണ് 46.3 ഓവറിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാനായത്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും, അതായത് ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും നല്ല രീതിയിൽ തന്നെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ മുഹമ്മദ് ഷമിയുടെയും അതുപോലെ തന്നെ ഗില്ലിൻ്റെയും കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഷമി 5 വിക്കറ്റും അതുപോലെ തന്നെ ഗില്ല് 101 റൺസും സ്വന്തമാക്കാൻ ഈ ഒരു മത്സരത്തിനായി. അപ്പോൾ മികച്ച ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചു എന്ന് പറയാം. നല്ലൊരു കളി തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം, ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ്. അപ്പോൾ നാളത്തെ മത്സരം വരുന്നത് അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിട്ടാണ്. അപ്പോൾ അതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തോടെ കാണാം. ബൈ.